നമ്മൾ ആദ്യം ഊർജം സംഭരിക്കണം. എവിടെ നിന്ന്? കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും. അപ്പോൾ നമ്മുടെ ജീവിതം സന്തോഷകരമാവും. നമ്മളെപ്പോഴും വചനം കേൾക്കുന്നു, നമ്മളെപ്പോഴും കൂദാശകൾ സ്വീകരിക്കുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ നിന്നൊരു പുഷപ്പ് ഇല്ലാത്തതിന്റെ കാരണം യേശുക്രിസ്തു പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. കാരണം നമ്മുടെ മനസ്സിൽ പലപ്പോഴും പിശാച് നമ്മളെ സന്തോഷിപ്പിക്കുന്ന, സമാധാനത്തിലേക്ക് നയിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കത്തില്ല. ജീവിത വ്യഗ്രത കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ച്, പ്രശ്നങ്ങൾ കൊണ്ട് നിറച്ച്, ഒരു മൊബൈൽ ഫോണിലൂടെ നിറച്ച്, ഒരു വാർത്തയിലൂടെ നിറച്ച്, ഒരു മറ്റു വ്യക്തിയുടെ രോഗത്തിലൂടെ നിറച്ച്, അല്ല എന്റെ മക്കളുടെ ജീവിതത്തിന്റെ ചില തിക്തമായ അനുഭവത്തിലൂടെ നിറച്ച്, നമ്മുടെ തലയ്ക്കകത്ത്, നമ്മുടെ മനസ്സിൽ ഈ പൈശാചിക ശക്തി നമ്മുടെ സമാധാനം കെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന്. നിങ്ങളെക്കാൾ കൂടുതൽ പ്രശ്നം എനിക്കുണ്ട്. പക്ഷേ ഈ പ്രശ്നം കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കി അവന്റെ ചുവട്ടിലേക്ക് വെച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വതന്ത്രരായി മാറുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല നമ്മൾ യേശുക്രിസ്തുവിന്റെ ശക്തിയാൽ നിറഞ്ഞു തിളച്ച് ജ്വലിച്ച് ലോകത്തിന്റെ പ്രകാശമായി മാറേണ്ടവരാണ്. ഹല്ലേലൂയ.